ഹലോ, വർഷസ് ബ്യൂട്ടി മേക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സ്പായെ പറ്റിയാണ്. ഹെയർ സ്പായെ പറ്റിയാണ്. ഹെയർ സ്പാ എന്ന് പറയുന്നത് നമ്മൾ ഹെയർ സ്പാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു മസാജ് എന്ന് പറയുന്ന ഒരു സുഖത്തിന് വേണ്ടിയിട്ടോ ഇപ്പോൾ ഹോട്ട് ഓയിൽ ചെയ്യുന്നതിൻ്റെ ആ ഒരു മസാജിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടോ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് സ്പാ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ചേച്ചി സ്പായ്ക്ക് മസാജ് ഉണ്ടോ? ഒന്നല്ല, കുറച്ച് പേര് ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന ഞാൻ പറയാറുണ്ട്, മസാജ് ചെയ്യില്ല. ഒരു 10 മിനിറ്റ് റൗണ്ട് മസാജ് കൊടുക്കും, അല്ലെങ്കിൽ 10-15 റൗണ്ട് മസാജ്. അത് ഹെയറിൻ്റെ ഫോൾസ് അനുസരിച്ചാണ് മസാജ് കൊടുക്കുന്നത്. ഹെയർ ഫോൾസ് കൂടുതലാണെങ്കിൽ മസാജിന്റെ കടുപ്പം കുറച്ചായിരിക്കും. എന്നാൽ ഈ ക്രീം നമുക്ക് ഹെയറിൽ അപ്ലൈ ആവുകയും വേണം, പിടിക്കുകയും വേണം. അപ്പോൾ ആ ഒരു മസാജ് കുറച്ചുകൊണ്ട് ഹെയറിൽ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഹെയറിൽ മസാജ് കൊടുക്കാത്തത്? ഒരുപാട് ടയേർഡായിട്ട് നമ്മൾ ഒന്ന് റിലാക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോട്ട് ഓയിൽ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഹോട്ട് ഓയിൽ എണ്ണ ചൂടാക്കി, അതും ഡബിൾ ബോയിലാണ് ചെയ്യുന്നത്. ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മൾ അത് കോട്ടൺ വച്ചിട്ട് ആ ചൂട് നമ്മുടെ തലയിലേക്കാതെ, എന്നാൽ ചൂടിൻ്റെ ആ ഒരു ഇതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ പയ്യെ കോട്ടൺ വെച്ചിട്ട് സെക്ഷനായിട്ട് എടുത്ത് വച്ചു കൊടുക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മൾ അതിനെ നല്ലപോലെ മസാജ് കൊടുത്ത്, ഹോട്ട് ഓയിൽ പല സ്റ്റെപ്സുകളുണ്ട്. ആ സ്റ്റെപ്സുകളെല്ലാം ഇട്ട് കൊടുക്കും. നമുക്ക് നല്ല സുഖമായിട്ട് നല്ലൊരു റിലീഫാണ് ഹോട്ട് ഓയിൽ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്നത്. അത് പ്രതീക്ഷിച്ച് ഹെയർ സ്പായ്ക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച് വരരുതെന്ന് പറയാനുള്ള കാരണം, അതൊരു റിലീഫിനുള്ളതോ അല്ലെങ്കിൽ നമ്മളെ നമുക്കൊരു ഫ്രീ മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല ഹെയർ സ്പാ ചെയ്യുന്നത്. ഒരു ട്രീറ്റ്മെന്റ് ആണ് അത്. നമ്മൾ ഡാൻഡ്രഫ്, ഡ്രൈനെസ്, ഹെയർ ഫോൾ, ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് സുഖിക്കണം, അല്ലെങ്കിൽ നമുക്കൊന്ന് മസാജ് കിട്ടി നമുക്ക് ഉറങ്ങണ ഒരു സിറ്റുവേഷൻ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. ചിലപ്പോ അവർക്ക് വീണ്ടും കസ്റ്റമറെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മസാജ് ചെയ്യുന്ന ടൈമിൽ പോസ് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ പോസ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും നമ്മൾ ഡാൻഡ്രഫിനെ, ഡ്രൈനെസ്സിനൊക്കെ ഉള്ള സിറം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡാൻഡ്രഫ് ഇളകുന്നുണ്ട്, ഡെഡ് ആയിട്ടായിരിക്കും ഇളകുന്നത്. ചിലപ്പോൾ ഡാൻഡ്രഫ് എന്ന് പറയുന്ന ഒരു ഫംഗലാണ്. അപ്പം അത് ഡയറക്റ്റ് ആയിട്ട് ഈ പോസിലോട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ടൈമിൽ ഈ സ്കാൽപ്പിലുള്ള, അതായത് ഡ്രൈനെസ് ഉണ്ടാവും. ആ ടൈമിൽ നമ്മൾ നല്ലപോലെ മസാജ് കൊടുക്കുന്ന സമയത്ത് മുടി ബാക്കിയുള്ള ഹെയർസും കൂടെ പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്, ഡ്രൈനെസ് ഉള്ളപ്പോൾ. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഈ ഡാൻഡ്രഫിൻ്റെ ഇത് ഈ സ്കാൽപ്പിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഈ ഇതിൽ നിന്ന് ഡയറക്റ്റായിട്ട് സ്കാൽപ്പിലോട്ട് ഡയറക്റ്റ് ഇറങ്ങും, തലയോട്ടിക്കകത്ത് ഇറങ്ങും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാൽപ്പിൽ ഈ ഹോട്ട് ഓയിൽ ചെയ്യുമ്പോഴത്തെ മസാജ് കൊടുക്കുന്നത്. പക്ഷെ ഹോട്ട് ഓയിൽ എന്തിനാണ് ചെയ്യുന്നത്? ഇത് ഡയറക്റ്റ് ആയിട്ട് സ്കാൽപ്പിലോട്ട് ഇറങ്ങാനും ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുമാണ്. ഇത് ഹെയർ ഗ്രോത്ത്, അത് നമ്മുടെ മുടിക്കുള്ള പ്രോട്ടീനാണ് കൊടുക്കുന്നത്, തലയോട്ടിക്കുള്ള പ്രോട്ടീൻ അല്ല. തലയോട്ടിക്ക് അകത്തുള്ള പ്രോട്ടീൻ അല്ല നമ്മളോട്, ആ പുറത്തുള്ള മുടിക്കുള്ള പ്രോട്ടീനാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും വലിയ മസാജിന്റെ ആവശ്യവുമില്ല. അതേപോലെ തന്നെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് പിന്നെ സ്റ്റീം കൊടുക്കാത്തതാണ്. അപ്പൊ സ്റ്റീം കൊടുക്കാത്തതിന്റെ കാരണം, ഇപ്പോ ഹോട്ട് ഓയിൽ ചെയ്യുമ്പോഴും ഈ ഓയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീം കൊടുക്കുന്നത്, അല്ലേ? അതെങ്ങനെയാണ്? സ്പാ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റീം കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റീം കൊടുക്കുമ്പോൾ പോസ് ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇതിലോട്ട്
ഇറങ്ങിയാണ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റീമും കൂടെ ആകുമ്പോഴത്തേക്ക് പിന്നെ നോക്കണം, നല്ലപോലെ ഡാൻഡ്രഫ് കൂടാനുള്ള ചാൻസേ ഉണ്ടാകത്തുള്ളൂ. ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും പറയുന്നത് എനിക്ക് അവിടെ ചെയ്ത് ശരിയായില്ല എന്ന്. പക്ഷെ ചിലവർക്ക് അതിന്റെ ഒരു ഇതായിരിക്കാം. അതായത് ഇപ്പോ നമ്മള് സ്പാ ചെയ്യുന്നു എന്നുള്ളൊരു അതിനുള്ള സ്പായുടെ ആ ഒരു മെത്തേഡ് ഇങ്ങനെയാണെന്ന് ചിലവർക്ക് ഓൾറെഡി മനസ്സിൽ കുറിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം നമ്മള് ക്ലെൻസർ, സ്ക്രബ്, പിന്നെ അതേപോലെ തന്നെ ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റീം കൊടുക്കുന്നത്. സ്റ്റീം കൊടുക്കുന്നത് ബ്ലാക്ക് ഹെഡ്സ് നമുക്ക് ഇളകി വരാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മൾ സ്ക്രബ് കൊണ്ട് മസാജ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫേസ് ആണ്, സെൻസിറ്റീവ് ഏരിയ ആണ്. അപ്പൊ നമ്മൾ ഒരു പരിധി കൂടുതൽ നമ്മൾ ഇട്ട് കുത്തിയെടുക്കാനും പാടില്ല. അപ്പൊ അവരുടെ നമ്മൾ പറയുക റൂട്ട് കുറച്ചുണ്ട്, ബ്ലാക്ക് ഹെഡ്സിന്റെ റൂട്ടുണ്ട്, നമുക്ക് 2-3 സിറ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാം. എല്ലാം അറ്റ് എ ടൈമിൽ നമുക്ക് ആ ഫുൾ തീർത്തിട്ട് വരാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോ ചിലർ പറയാറുണ്ട് എനിക്ക് അവിടെ പോയി ചെയ്തപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഇത് വന്നു, മോക്കുരു വന്നു, എനിക്ക് ഫേഷ്യൽ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ക്ലെൻസർ സ്ക്രബൊക്കെ നമ്മൾ കൊടുത്ത് നമ്മള് ക്ലെൻസർ സ്ക്രബും എല്ലാം കൊടുത്തതിന് ശേഷം സ്റ്റീം കൊടുക്കുന്നത്. ഇപ്പൊ ഈ വീഡിയോ കാണാൻ ചിലപ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്, പക്ഷെ അങ്ങനെയാണ് ആ രീതിക്കാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇത് രണ്ടും ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റീം കൊടുക്കുമ്പോൾ ഒരു ഓയിലി സ്കിന്നായിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ സ്കിന്നായിട്ട് ഒരാളാണെങ്കിൽ ഈ സ്റ്റീം കൊടുക്കുന്ന സമയത്ത് ഓയിലാണ് ഓൾറെഡി, ഫേസ് ഓൾറെഡി ഓയിൽ സ്കിൻ ഓയിലാവും, മസാജിന്റെ ഓയിൽ വരും, ക്രീമിന്റെ ഓയിൽ വരും. അപ്പം ഡയറക്റ്റ് ആയിട്ട് ഈ സ്റ്റീം കൊള്ളയാണ്. അങ്ങനെ ഈ ഓയില് ഡയറക്റ്റ് ആയിട്ട് തന്നെ പോസ്റ്റ് ഓപ്പൺ ആയിട്ട് ഇരിക്കില്ലേ മസാജ് ചെയ്യുമ്പോഴത്തേക്കും, സ്ക്രബും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി പോസ്റ്റ് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പോലെ വേറൊരു കാര്യം ഒരിതാണ് ഈ സ്പായുടെ ക്രീം ചെയ്തിട്ട് ഞാൻ പലരും കണ്ടിട്ടുള്ള കാര്യമാണ്, പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. ഈ സ്പായുടെ ക്രീം വെച്ചിട്ട് ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു ഇതുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ സ്പായുടെ ക്രീം ചെയ്തിട്ട് തലയിൽ മസാജ് ചെയ്തിട്ട് അതേ ഇത് വെച്ചിട്ട് ബാക്ക് മസാജ് കൊടുക്കും. മനസ്സിലായില്ലേ? അത് വലിയ വലിയ പലർക്കൊക്കെ ഉണ്ട് ബാക്ക് മസാജ് കൊടുക്കുന്നത്. ഞാൻ ബാക്ക് മസാജ് കൊടുക്കുന്നത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. ബാക്ക് മസാജ് കൊടുക്കുന്ന സുഖം തന്നെയാണ് ഹെഡ് തലയിൽ ചെയ്തിട്ട് ബാക്ക് മസാജ്. പക്ഷേ നമ്മളൊരു മസാജ് ചെയ്തിട്ട് നിർത്തേണ്ടത് കയ്യിലാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ബാക്കിലിന് താഴെ കൊണ്ടുവന്ന് വേണം നിർത്താൻ. ഇതിന്റെ ഇടയ്ക്ക് അല്ല നിർത്തേണ്ടത്. അത് ബോഡിക്ക് തന്നെ അത് പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണ്. പ്രഷർ പോയിന്റ്സ് കൊടുത്ത് വേണം നമ്മള്, പോയിന്റ്സിൽ കൊടുത്ത് വേണം നമ്മള് ആ ഒരു ബോഡി തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ഇപ്പൊ സ്കാൽപ്പിലായാലും നമ്മൾ ഓരോ പ്രഷർ പോയിന്റ് ഇവിടെ 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 ഇങ്ങനെ പ്രഷർ ബാക്കിൽ ഒക്കെ പ്രഷർ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ നിർത്തണം മസാജ് ചെയ്യുമ്പോൾ. ആ ബാക്കിൽ ഇതേ ഇത് വെച്ച് തന്നെയാണ് ബാക്കിൽ മസാജ് കൊടുക്കുന്നത്. അപ്പൊ ഈ ബാക്കിൽ മസാജ് കൊടുക്കുമ്പോൾ ആലോചിക്കണം, നമ്മുടെ കയ്യില് മുടിയിലുണ്ടായിരുന്ന അഴുക്കുണ്ടാവും. നമ്മള് എത്ര നമ്മൾ ഷാമ്പു ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഒരു അംശങ്ങളിൽ കാണും. പിന്നെ ഡാൻഡ്രഫിന്റെ ഇതുണ്ടാവും. ഇതെല്ലാം ഈ കൈകളിലുണ്ടാവും. അപ്പൊ ഇതിനെയാണ് നമ്മള് ബാക്കിൽ മസാജ് കൊടുക്കുന്നത്. ആ ക്രീം എന്ന് പറയുന്നത് സ്കാൽപ്പിലുള്ള മസാജിന്, ബോഡി മസാജ് ക്രീം അല്ല. ചിലർക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ് ബോഡിയിലും കൂടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൈ കഴുകിയിട്ട് വേണമെങ്കിൽ നമുക്ക് വേറൊരു ക്രീം എടുത്ത്, ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ ഇപ്പൊ എന്റെ അടുത്തൊന്ന് ചോദിക്കും ബാക്ക് മസാജ് ഇല്ലേ ചോദിക്കും. ഞാൻ പറയും ബാക്ക് മസാജ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ വേറെ ക്രീം എടുക്കും, അതിന് പ്രത്യേക എമൗണ്ട്. ഇതേ ചിലയിടത്തൊക്കെ നിങ്ങള് അതേ ക്രീം ഇട്ടാണ് ആലോചിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം ഈ വരുന്നവർക്ക് അറിയില്ല എങ്ങനെയാണ് അവര് നോക്കണം. അവര് കൊടുക്കുന്ന പൈസക്ക് വർത്തായിട്ട് അവർ ചെയ്തു കൊടുക്കുന്നു. അത് ഏത് ക്രീമാണ്, ഏത് പിന്നെ പ്രോഡക്റ്റ് ആണ് എന്നൊന്നും അവര് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ചെയ്തു കൊടുക്കുന്നു, എനിക്ക് ഇന്നതൊക്കെ കിട്ടി, അവിടെ കിട്ടി, എന്തുകൊണ്ട് ഇവിടെ ഇല്ല എന്നായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് ഇതൊക്കെയാണ്. അതേ ക്രീം ചെയ്യുമ്പോൾ സെയിം കൈവച്ചാണ്
വാഷ് പോലും ചെയ്യാതെ ആയിരിക്കാം. മനസ്സിലായില്ലേ? അത് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്കറിയാവും. അപ്പോൾ ആ ഇത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ബാക്ക് മസാജ് കിട്ടുന്നത്. അപ്പൊ ഈ ബാക്ക് മസാജ് കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല സുഖമുണ്ട്, അതുപോലെ നമുക്ക് ആ പൈസ കൊടുത്തതിനുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ അത് ഈ കൊടുത്ത മസാജ് ക്രീമുകൾ തന്നെയാണ് ബാക്കിൽ കൊടുക്കുന്നത് എങ്കിൽ വളരെ മോശമായിട്ടുള്ള കാര്യം. കാരണം ആ ക്രീം, ഈ ഡാൻഡ്രഫ് എല്ലാം ഇട്ട് സിറം, ലിക്വിഡ്സ്, ഇതെല്ലാം ക്രീം, ഈ ഡാൻഡ്രഫിന്റെ മസാജ് കൊടുത്ത് ഡാൻഡ്രഫ് ഇളക്കിയതിന്റെ കൈയായിരിക്കാം. അതുകൊണ്ട് ബാക്കിൽ കൊടുക്കുമ്പോൾ നമ്മൾ മസാജ് ചെയ്ത ഈ, അതായത് ബാക്ക് നമ്മൾ ചിലപ്പോൾ ഒരു തുണി കൊണ്ട് തുടയ്ക്കുമായിരിക്കും, ചിലത് തുടക്കില്ലായിരിക്കും. നമ്മൾ ഹെയർ വാഷ് ചെയ്ത് വിട്ടാലും ഈ ബാക്കില് ഈ ക്രീം അല്ലെങ്കിൽ ഈ അതേ ചെയ്ത പ്രൊസീജിയർ ചെയ്ത അതേ ഇതെല്ലാം ആ ബോഡിയിലോ ബാക്കിൽ കാണും. നിങ്ങൾക്ക് മനസ്സിലാവണോന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞു, ഈ സ്പാ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ബാക്കില് മസാജ് ചെയ്തിരിക്കുന്നത് ഒരു തുണി കൊണ്ട് തുടച്ച പോവില്ല. അത് നമ്മൾ വാഷ് ചെയ്ത് തന്നെ കളയണം. മനസ്സിലായില്ലേ? വാഷ് ചെയ്ത് തന്നെ കളയണം. അപ്പൊ ഇത് തുടച്ച് കളഞ്ഞാലും ഈ ഡാൻഡ്രഫിന്റെയും ഇതിന്റെയൊക്കെ ലിക്വിഡ്സും അവിടെ ഉണ്ട്. ഡാൻഡ്രഫിന്റെ ഒരു അംശം കയ്യിൽ എന്തായാലും പറ്റാതിരിക്കില്ല, അത് ബോഡി തന്നെ കാണും. നമുക്ക് ഇത് മാത്രം എന്താണ്, സ്കാൽപ്പ് മാത്രമേ വാഷ് ചെയ്ത് വിടണം. ഇത് പിന്നെ നിങ്ങൾ പിറ്റേ ദിവസം പോകുമ്പോഴായിരിക്കാം കുളിക്കുന്നത്, അല്ലെങ്കിൽ വൈകിട്ട് രാത്രി ആയിരിക്കും കുളിക്കുന്നത്. അത് അങ്ങനെ. അപ്പൊ ഹോട്ട് ഓയിലും അതേപോലെ തന്നെയാണ്. നമ്മൾ മസാജ് ചെയ്ത് അതേ ഓയിലിട്ട് ബാക്ക്, ഈ ഓയിൽ മസാജ് അല്ലേ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഈ ഇത് മുടിയിൽ ഡാൻഡ്രഫ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്തായാലും ഹോട്ട് ഓയിൽ ചെയ്യുമ്പോൾ ആദ്യമേ വന്നിട്ട് ഹെയർ വാഷ്, ഷാമ്പു വാഷ് ചെയ്തിട്ടല്ലേ ഹോട്ട് ഓയിലിൽ ഇരിക്കുന്നത്. പലയിടത്ത് പോയിട്ട് വന്നതിന്റെ പൊടികൾ കാണും. അപ്പൊ ഇതെല്ലാമായിരിക്കും നമ്മൾ ബോഡിയിൽ നിന്ന് മസാജ് കൊടുക്കുന്നത്. അപ്പൊ മസാജ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും നമ്മൾ തുടച്ച് വിടേ ഉള്ളൂ. എന്തായാലും പാർലറിൽ ബോഡി വാഷ് ചെയ്ത് വിടില്ല. അപ്പോൾ അത് അവിടെ നമ്മൾ പിറ്റേ ദിവസം ആയിരിക്കാം എണ്ണയില്ലേ കിടക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ഇതൊക്കെയാണ് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇതൊന്നും ആർക്കും മനസ്സിലാവത്തില്ല. ഒന്നാമത്തെ കാര്യം, ആ വിചാരിക്കുന്നത് എന്താണെന്ന്, ഞാൻ കൊടുത്ത പൈസക്ക് ഇന്നതൊക്കെ ചെയ്തു, ഓക്കെ, അപ്പൊ പിന്നെ എന്താ പ്രശ്നം എന്നേ വിചാരിക്കില്ല. പക്ഷെ ഇതൊക്കെയാണ് സൈഡായിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന ചിലവർക്ക് പിടിക്കാം, ചിലവർക്ക് പിടിക്കാതിരിക്കാം. പക്ഷെ ഞാൻ എന്റെ എത്തിക്സ് ആണ് ഞാൻ പറയണത്. എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയണത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ബാക്ക് മസാജ് വേണമെങ്കിൽ ബോഡിയുടെ മസാജ്, അതായത് ഇപ്പൊ നമ്മൾ തന്നെ പറയുന്ന ബോഡിക്ക് പ്രത്യേക മസാജ് ഉണ്ട്, മസാജ് ക്രീം ഉണ്ട്, ഫേസിന് പ്രത്യേക മസാജ് ക്രീം ഉണ്ട്, സ്കാൽപ്പിനും ഉണ്ട്, കാലിന് പ്രത്യേകം, കൈക്കും കാലിനും പ്രത്യേകമുണ്ട്. അപ്പോ എന്നിട്ട് നമ്മളത് ചെയ്യുന്നത് തെറ്റല്ലേ? അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കുകയും ചെയ്ത് മറക്കുകയും ചെയ്യരുത്. ഓക്കെ, അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിൽ കൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ അതൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.